സർ, ചോയ്സ് ഓഫ് ടോപ്പിക്. ഇന്ത്യ ചരിത്രം, ഭൂമിശാസ്ത്രം, ബിസിനസ്, നാമവഴക്കം, ലോകം. മലയാള സിനിമ പോയി. ഭൂമിശാസ്ത്രം, ജോഗ്രഫി. സാറ് കോളേജിൽ പഠിച്ചത് ഏത് കോളേജിലാണ് പഠിച്ചത്? SM കോളേജ് കണ്ണൂർ. SM കോളേജ് കണ്ണൂർ. അവിടെ ഏതായിരുന്നു വിഷയം? എക്കണോമിക്സ് ആയിരുന്നു. ഇതിന് നേരെ ബാങ്കിലോട്ട്. അതെ. ഒരു വ്യത്യാസമല്ല, പഠിച്ചതെല്ലാം അങ്ങനെ ചെയ്തു അല്ലേ? അതെ. ആണ്. ജോഗ്രഫി, ഭൂമിശാസ്ത്രം. റബ്ബറിന്റെയും അക്ഷരങ്ങളുടെയും തടാകങ്ങളുടെയും ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്, ലാറ്റക്സ് ആൻഡ് ലേക്സ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ജില്ലയാണ്. റബ്ബറിന്റെ, അക്ഷരങ്ങളുടെ, തടാകങ്ങളുടെ ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്, ലാറ്റക്സ് ആൻഡ് ലേക്സ്. കോട്ടയം. ഉറപ്പിച്ച് പറയുന്ന ഉത്തരം തന്നെയാണോ സാർ? അത് മാറ്റമില്ലല്ലോ. ഇല്ല. എന്തുകൊണ്ടാണ് സാർ അത് പറയുന്നത്? റബ്ബർ എന്ന് കേട്ടതുകൊണ്ടാണോ സാർ? അല്ല, അക്ഷര നഗരി അതുകൊണ്ടാണ്. തീർച്ചയായും അല്ലേ? കോട്ടയം നമ്മുടെ അക്ഷര നഗരിയാണല്ലോ. അതെ. നമുക്ക് ആദ്യത്തെ പത്രം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നൽകിയത് അവിടെ നിന്ന് തന്നെയാണ്. അപ്പൊ ശൂരി പുള്ളി ഓൾറെഡി ശൂരി. ആദ്യത്തെ നഷ്ടമായ വിശ്വാസത്തിന് വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. മിക്സി. ആൻസർ പറഞ്ഞ ആള് പോയിക്കോ. അതെ. ഇനി എന്റെ അടുത്ത് പോവാ പറഞ്ഞ ഞാൻ പോവില്ല. ഓക്കെ മീനാക്ഷി, ടാസ്ക് എല്ലാം ദാ ഇവിടെ റെഡിയാണ്. സോ ബേസിക്കലി വളരെ ഈസിയാണ് ഇപ്രാവശ്യത്തെ ടാസ്ക്. 2 സ്റ്റിക്സ് നിങ്ങളുടെ കയ്യിൽ തരും. ചോപ്പ് സ്റ്റിക്സ്. ചോപ്പ് സ്റ്റിക്സ്. അപ്പൊ ഒരു കൈ ഉപയോഗിച്ച് ഈ ചോപ്പ് സ്റ്റിക്സ് കൊണ്ട് 3 വെജിറ്റബിൾസ് ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് വെക്കുക എന്നുള്ളതാണ് ടാസ്ക്. നിസ്സാരം. അശോകൻ സർ, സെറ്റ് അല്ലേ? ഈ ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ടോ സാർ? ഇല്ല. ആദ്യമായിട്ട് ഉപയോഗിക്കാം. നമുക്കത് നിസ്സാരമാണ്. ചൈനയിലുണ്ടായിരുന്നു. 6 മാസത്തെ ഗ്യാരണ്ടി. ഓടൂ, വാരൂ, നേടൂ, ഗോ. എടുത്ത് വെച്ചാൽ മതി. യൂസിങ് വൺ ഹാൻഡ്. യെസ്, വെരി ഗുഡ്. ഈസി. കേക്ക് വാക്ക്. ജസ്റ്റ് കേക്ക് വാക്ക്. അവിടുത്തെ സാധനങ്ങളുടെ കണക്കെടുത്തിന് കൂടി വരും. ഇഷ്ടം പോലെ സമയം. തുറക്കട്ടെ, ഐശ്വര്യമായിട്ട് തുറക്കട്ടെ. അയ്യോ, നമുക്ക് എനിക്ക് തോന്നുന്നു സ്മാർട്ട് ഷോയിൽ ആദ്യമായിട്ടായിരിക്കും പുറത്താവുന്നത്. നമുക്ക് ഇതുവരെയും, ഞാൻ പറഞ്ഞ ഇതുവരെയും നമ്മുടെ സ്മാർട്ട് ഷോയിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഏറ്റവും എടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ നമുക്കൊരു നെഗറ്റീവ് ബോക്സ് ഇതുവരെയും കിട്ടിയിട്ടില്ല. നമുക്ക് നമ്മുടെ ഓഡിയൻസിൽ നിന്ന്, അതായത് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്നും 2 പേര് വന്ന സമയത്ത് തന്നെ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അപലക്ഷണമായനെ. കാരണം അവർക്കും അത് കിട്ടിയില്ല. ഫ്രിഡ്ജാണ് അവർക്ക് കിട്ടിയത്. റെഫ്രിജറേറ്റർ രണ്ടാമത് എടുക്കാൻ പോയാൽ മതി. താങ്ക് യു പിട്ടാപ്പള്ളി. അതെ, ഇനി തിരിച്ചു പോവാമോ?